എല്ലാവർക്കും നമസ്കാരം. നല്ല രുചിയുള്ള ഒരു ചിക്കൻ ദം ബിരിയാണിയാണ് ഇന്ന് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ റമദാൻ സ്പെഷ്യലാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാനുള്ള സവാളയും കാഷ്യൂനട്ടും കിസ്മിസുമാണ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ എടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള മുരിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് പൊരിച്ചെടുക്കണം. അതുപോലെ കാഷ്യൂനട്ടും കിസ്മിസും എത്രയാണോ വേണ്ടത് അത്ര ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ച് വെക്കാം. ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 കിലോ ചിക്കനാണ് ചെയ്യുന്നത്. അതിലേക്കൊരു 3 സവാള ചെറുതായി സ്ലൈസ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്കൊരു 2 നല്ല പഴുത്ത തക്കാളി ചെറുതായി മുറിച്ചത് ചേർക്കാം. ഒരു കൈപ്പിടി മല്ലിയില, പുതിനയില ചെറുതായി മുറിച്ചത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും ചേർക്കണില്ല. നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഗരം മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് നോക്കി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഗ്രേവി നന്നായി തയ്യാറായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിക്കാം. ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പോട്ടിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് 1/2 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ജീരകശാല അരിയാണ് എടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം അരി നന്നായി കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിൽ ചോറ് കറക്റ്റായിട്ട് തയ്യാറായി വരും. ചോറും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഗ്രേവിയും ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റിൽ നന്നായി തയ്യാറായി വന്നിട്ടുണ്ടാവും. ദം ചെയ്യാൻ വേണ്ടി പോട്ടിലേക്ക് ആദ്യം ഗ്രേവി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. പുതിനയില, മല്ലിയില അതിന് മുകളിലേക്ക് ചേർക്കാം. അതിലേക്ക് ചോറ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ചേർക്കാം. കാഷ്യൂനട്ടും കിസ്മിസും ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നെയ്യ് വേണം എന്നുള്ളവർക്ക് നെയ്യ് ചേർക്കാം. ഞാനിവിടെ നെയ്യ് ചേർക്കുന്നില്ല. പകരമായിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതാണ് ചേർക്കുന്നത്. ഇതുവഴി ചോറ് നന്നായി സോഫ്റ്റായി കിട്ടിക്കോളും. ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായി കവർ ചെയ്യുക. അതെല്ലാം നിങ്ങളുടെ അടുത്ത് കനലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൈദമാവ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കനലൊക്കെ ഇട്ടിട്ട് നന്നായി ദം ചെയ്തിട്ടെടുക്കാം. വീടുകളിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ എയർ ടൈറ്റായിട്ട് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടും നമുക്ക് ദം ചെയ്തിട്ടെടുക്കാം. 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഏറ്റവും ചെറിയ തീയിലാണ് ദം ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്